നമ്മളുടെ സ്ഥിരം കസ്റ്റമറാട്ടോ അഞ്ജന. അതായത് സ്കൂൾ ഡേയ്സ് തൊട്ടേ നമ്മൾ ഡ്രസ്സസ് ചെയ്ത് കൊടുക്കുന്ന അഞ്ജനയ്ക്ക്. അഞ്ജനയുടെ റെഫറൻസ് ത്രൂ ആണ് ആൻസി എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഓവർസീസ് ആണ്, ആൾ പുറത്താണ് കേട്ടോ. ആൻസിയുടെ ബേബിയുടെ ബാപ്റ്റിസം ഉണ്ട്. അപ്പോൾ ആൻസിക്കുള്ള ഡ്രസ്സും വാവയ്ക്കുള്ള ഡ്രസ്സും കൂടെ വേണം എന്ന് പറഞ്ഞിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെക്റ്റിക് ആയിട്ട് നിൽക്കുന്ന ടൈം ആയത് കാരണം ഞാൻ പറഞ്ഞു ആൻസിയുടെ ഡ്രസ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഓഫ് കോഴ്സ് ഐ ട്രൈ ടു ഡു ബേബിയുടെ ഡ്രസ്സ് എന്തായാലും ചെയ്തു തരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൻസി പറഞ്ഞു അറ്റ്ലീസ്റ്റ് അത് മതി ചേച്ചി, കാരണം അഞ്ജന പറഞ്ഞതിലുള്ള കോൺഫിഡൻസ് ആണ് എനിക്ക് ചേച്ചി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അതിനുള്ള ഫ്രീഡം എനിക്ക് തന്നു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് റെഫറൻസസ് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേച്ചി എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റിൽ ഈ സംഭവം നിന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ആനബലിൻ്റെ ബാപ്റ്റിസം സെറ്റിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും ഈ ബാപ്റ്റിസം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് തെരേസ വന്നത് അങ്ങനെയുള്ള ഒരു കുഞ്ഞു മാലാഖക്കുട്ടിക്കുള്ള ഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. ആനുവലിൻ്റെ ഡ്രസ്സ് ചെയ്തപ്പോഴും നമ്മൾ ചെറിയ എംബ്രോയിഡറീസും ലേസി ഡീസി ഫ്ലവേഴ്സും ലിനൻ സാറ്റനിലാണ് ചെയ്തത്. നമ്മൾ കൂടുതലും അങ്ങനത്തെ മെറ്റീരിയൽസിലാണ് ഈ ബാപ്റ്റിസം സെറ്റ് ചെയ്യാറ്. കാരണം ഭയങ്കര കംഫർട്ടബിളാണ് ബേബിക്ക്. എന്നാൽ ഒരു ലിനൻ്റെ ഫിനിഷും പോളിഷും കൂടെ ഉള്ളതുകൊണ്ട് ആ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിളാണ്. അതിലേക്ക് ഹാൻഡ് വർക്ക് വന്നാലും ലേസസ് വന്നാലും ഏത് സാധനം നമ്മളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്താലും ഭംഗിയായിട്ട് നമുക്ക് ആ മെറ്റീരിയലിലേക്ക് ഫിനിഷ് കിട്ടും. അങ്ങനെയാണ് ആനബലിൻ്റെ ഡ്രസ്സ് ചെയ്തത്. ഒരു ലോങ് ഡ്രസ്സ് നെറ്റ് വെച്ചിട്ടുള്ളതും പിന്നെ ചെയ്തത് നല്ലൊരു ഡ്രസ്സ് വിത്ത് പ്ലീറ്റ്സും പിൻടക്സും കൂടെ വെച്ച് ചെറിയ എംബ്രോയിഡറിയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ക്യാൻഡിലും ക്രൗണും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ ശരിക്കും ആൾക്ക് തന്നെ ഒരു തോന്നല. ഉടുപ്പിട്ട് കഴിഞ്ഞപ്പോൾ യെസ് ഐ ആം ദ സ്റ്റാർ എന്നുള്ള രീതിയിലായിരുന്നു ഉടുപ്പ് ട്രയൽ നോക്കിയപ്പോൾ ആളുടെ ഒരു ലുക്കും. നല്ലൊരു ചിരിക്കുടുക്ക വാവ, നല്ല ഭംഗിയായിരുന്നു ആ കോസ്റ്റ്യൂം ചെയ്തിട്ട്. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതിൻ്റെ. നല്ല ഭംഗിയായിരുന്നു. കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ.